ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് അതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു കളർ പേപ്പർ എടുത്ത് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഫ്ലവർ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ മാർക്കിങ്ങിൽ വെച്ച് നമുക്ക് യെല്ലോ ഷീറ്റ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യാവുന്നതാണ്. ആ മാർക്കിങ്ങിലൂടെ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നേ. നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു ക്രിമ്പർ ടൂള് യൂസ് ചെയ്തിട്ട് ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊരു കോയിലാക്കി എടുക്കാം. അത് നമ്മൾ മാറ്റി വെച്ചു. അതിന് ശേഷം ഇതുപോലെ കുറച്ച് പേപ്പർ സ്ട്രിപ്പ് പല സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ പേപ്പർ സ്ട്രിപ്പിനെല്ലാം ഇതുപോലെ ഷേപ്പിലോട്ട് ആക്കി എടുക്കണേ. നമ്മൾ ഹാഫ് വെച്ച് മടക്കിയിട്ട് ഇതുപോലൊരു റൗണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ഈ ഷേപ്പാക്കി എടുത്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കി ചെയ്താൽ മതി. അങ്ങനെ എല്ലാം അതുപോലെ ആക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോയിലിനെ ഇവിടെ അതിൻ്റെ നടുക്കായിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പെറ്റൽസ് എടുത്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ പല സൈസിലെല്ലാം ഒരേ സൈസ് വേണമെന്നില്ല, പല സൈസിൽ വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അത് ഫുള്ള് കവർ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ് അടിയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് പേപ്പർ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു കോയിലുണ്ടാക്കി ഒരു ലൂസ് കോയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ സ്ട്രിപ്പ് പല സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റോസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മുമ്പും പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. അടുത്തത് ഒരു ലീഫാണ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇനി കുറച്ച് പെറ്റൽസ് ചെയ്തെടുക്കാൻ പോവുകയാണേ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് തീരെ വെട്ടമില്ലാത്തത്. നമ്മൾ സെയിം സൈസിൽ കുറച്ചധികം സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3.8 അത്രയൊക്കെ ഉള്ളു കേട്ടോ. 4 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇച്ചിരൂടെ വലിയ ഫ്ലവർ ആയിരിക്കും. പക്ഷെ എടുക്കുമ്പോൾ എല്ലാം ഒരേ സെൻറ്റിമീറ്ററിൽ ഒരു സൈസിൽ തന്നെ എടുക്കാൻ നോക്കണം. ഇനി നമുക്കതിനെ പകുതി വെച്ച് മടക്കിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഹാഫ് വരെ ഒന്ന് താഴോട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഹാഫ് വരെ ചെയ്യാവൂ, ഫുള്ള് താഴെ വരെ ചെയ്യരുത്. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിൻ്റെ ആ എൻഡിൽ നമ്മൾ ഓപ്പണായിട്ടുള്ള ആ സ്ഥലത്ത് പശ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അതിനെ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി ഈ ഒരു പെറ്റലിനെ ഈ ഷീറ്റിലോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണേ. അങ്ങനെ കുറേ അധികം പെറ്റൽസ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനൊന്ന് ഫ്ലവറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ടൈറ്റ് കോയിൽ യെല്ലോ കളറിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിന് ചുറ്റിലുമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫ്ലവർ തന്നെ നമ്മൾ കുറേ സ്ഥലത്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളർ ലീഫില്ലേ, ലീഫിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് വെയിൻസ് കൊടുത്തിട്ടുണ്ട് ലീഫിൻ്റെ. അത് നമ്മൾ ക്രിമ്പർ ടൂള്, നേരത്തെ കാണിച്ചില്ല ഒരു ടൂൾ, ആ ടൂൾ ഉപയോഗിച്ച് അതിനകത്തൂടെ പേപ്പർ സ്ട്രിപ്പ് അതുപോലെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു ഗീവ് അവേ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വേണോ വേണ്ടയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ എന്താണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.